ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അനദർ വീഡിയോ. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയില്ലേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ് വീക്കെൻഡിൽ എടുത്തിട്ടുള്ളതാട്ടോ. പുറത്തേക്ക് പോയിട്ടുള്ള കുറച്ചധികം വിശേഷങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കണേ. കാണുമ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോട്ടോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. ഞാനാദ്യം പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡിൽ എടുത്തിട്ടുള്ള വ്ളോഗാട്ടോ. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഫ്രൈഡേ ആകുമ്പോൾ മജിക്ക് 11:30 എല്ലാം ആകുമ്പോൾ സ്കൂൾ കഴിയും, ക്ലാസ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ എത്തും. പിന്നെ നമസ്കാരമെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. മജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. മജിൻ്റെ കാലിന് നമുക്കിങ്ങനെ കീറൽ പോലെ വിണ്ട് കീറലുണ്ടാവില്ലേ, അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ മുന്നേ കാലിൻ്റെ തള്ളവിരലിന് വന്ന സമയത്ത് അത് കുറച്ചങ്ങനെ ഓയിൻമെൻറ്റെല്ലാം വെച്ചിട്ട് പോയിട്ടുണ്ടായിന്. ഇതിപ്പോൾ കുറച്ചധികം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ടും എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് ഇതിൽ തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കാൻ വന്നിട്ടുള്ളത് ഡോക്ടർ വിഷ്ണുവിനെ ആയിട്ടാണ്. നല്ല ഡോക്ടറാണ്. മാസിനെയും ഇവിടെ തന്നെയാണ് കാണിക്കലുണ്ടായ സ്കിന്നിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. ആദ്യം ഞാൻ 2-3 ഡോക്ടറെ കാണിച്ചിട്ട് ഒന്നും മാറിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ സെറ്റാഫിൽ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന്, ഡ്രൈ സ്കിന്നായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ട് മാഷാ അല്ലാ നല്ല തന്നെയാണ് മാജിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടറെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈവാക്ക് വന്നു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. ചിലപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടോക്കണൊന്നും കിട്ടില്ല. ഇതിപ്പം തന്നെ നമ്മൾ 2 ദിവസം വന്ന് മടങ്ങിപ്പോയതാണ്. അതുകൊണ്ട് ഇന്ന് നേരത്തോടെ ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ടായത്. പിന്നെ നല്ല ഡോക്ടറുമാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു മസിൻ്റെ ഒരു ഏജെല്ലാം ആയിക്കഴിഞ്ഞാൽ, മസിക്കിപ്പോൾ 8 വയസ്സ് കഴിഞ്ഞ് ഈ ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളിൽ അവർ സ്വയം ചെയ്തോട്ടെ എന്ന് വിചാരിക്കുമല്ലേ. ചിലവരങ്ങനെ വിചാരിക്കും, ചിലവർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. മാക്സിമം നമ്മൾ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, വീക്കിലി ഞാൻ മസിനെ കുളിപ്പിച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ ഈ ഒരു 2 വീക്സായിട്ട് ഞാൻ ആ ഒരു കാര്യം എന്തെല്ലോ തിരക്കുകൊണ്ട് വിട്ടുപോയി, ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ മസിൻ്റെ ആ ഒരു കാലിന് വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. മസിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് മാക്സിമം സഫർ ചെയ്യും. അതായത് എന്തെങ്കിലും പെയിൻ വന്നാലോ കാല് പൊട്ടിയാലോ എല്ലാം സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം സഹിക്കും, ഒന്നും പറയില്ല. ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാത്ത കാര്യത്തിനായാലോ എന്തെങ്കിലും കാര്യത്തിനായാലും നമ്മളിപ്പോൾ കലമ്പെല്ലാം ചെയ്ത് കഴിഞ്ഞാലോ ഒന്നും പറയില്ല, മിണ്ടാണ്ടിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ എല്ലാ കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യലായിട്ട് കെയർ കൊടുക്കണം. കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവില്ല, എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഹെൽത്തി ഫുഡ് കൊടുക്കുക, കുറച്ച് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നിടത്തോളം ഉറക്കിപ്പിക്കുക മാക്സിമം. പിന്നെ അവരെ ബോഡി ഉണ്ടല്ലോ അത് നമ്മൾ ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. മീൻസ് ഇങ്ങനെ എന്തെങ്കിലും പൊട്ടലോ ഇതെല്ലാം. മെയിനായിട്ടും ബോയ്സിൻ്റെ കാര്യത്തിൽ അവർ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ബോയ്സും ചെറിയ പിള്ളേർ അവർക്ക് പറ്റുന്നിടത്തോളം സഹിക്കും എന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാരെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചെറിയ പിള്ളേർ അവർക്ക് മാക്സിമം സഹിക്കാൻ പറ്റുന്നിടത്തോളം അവരെന്തായാലും സഹിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ ഒരു വീക്കിൽ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലിൻ്റെ അവസ്ഥ ഞാൻ കാണുമായിരുന്നു. ഇതിപ്പോൾ കാണാത്തതുകൊണ്ട് ഇങ്ങനെ കൂടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് പറ്റുന്നത് നമ്മൾ മാക്സിമം വീക്കിലി അങ്ങനെ ചെയ്യുക. അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഏജിൽ എത്തുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ വീക്കിലി എല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കുക. പിന്നെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. ഒറ്റയ്ക്കെല്ലാം ആകുമ്പോൾ മെയിനായിട്ട് സംസാരമെല്ലാം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് അവരെന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന കേൾക്കുക, അങ്ങനെയെല്ലാം ആകുമ്പോൾ അവർക്ക് കൂടുതൽ പറയാനും പറ്റും. നമുക്ക് കൂടുതൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ എല്ലാം പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യിപ്പിക്കുക. പിന്നെ അവർ പഠിക്കേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കുക. എല്ലാം കൂടുതൽ അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരൊന്നും പഠിക്കില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ ഇടയ്ക്ക് നോക്കുകയും ശ്രദ്ധിക്കുകയെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡെയിലി ഒന്നും നമുക്ക് എന്തായാലും കുളിപ്പിക്കാനോ ആക്കാനൊന്നും പറ്റില്ല. ഒറ്റയ്ക്കെല്ലാം നിൽക്കുന്ന അവസ്ഥയാകുമ്പോൾ നമ്മൾ രാവിലെ എല്ലാം ഭയങ്കര തിരക്കായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതോ അങ്ങനത്തെ എല്ലാം ആയിട്ട്. അപ്പോൾ അവർ തന്നെയല്ലേ കുളിക്കുകയോ എല്ലാം ചെയ്യുക, ഡ്രസ്സ് ചെയ്തിട്ട് തന്നെ മസി വരിക, ഫുഡ് കൊടുക്കൽ മാത്രമേ രാവിലെയുള്ള പണിയുള്ളൂ എനിക്ക്. അതുകൊണ്ട് വീക്കിലി എല്ലാം അങ്ങനെയെല്ലാം ചെയ്യാൻ നോക്കാം. ചിലപ്പോൾ ഇപ്പം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും, എന്നാലും എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണേ.
പിന്നെ നമ്മൾ ഡോക്ടർക്കെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് ഇവിടെ അബുദാബിയിലുള്ള ഹെറിറ്റേജ് വില്ലേജിലാട്ടോ. കുറേ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നതാണ്. മെയിനായിട്ട് ഇവിടുത്തെ ടൈമിംഗ് കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. ഫ്രൈഡേയ്സിൽ മാത്രമേ ഉള്ളൂ 9 to 8 ടൈമിങ്. ഈവനിങ് 8 മണി വരെ ഉണ്ടാവും. ബാക്കിയുള്ള സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 4 o'clock അങ്ങനെ വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരാനേ പറ്റില്ല. കഴിഞ്ഞ പെരുന്നാളിന് മുമ്പേ ഉള്ള ഒരു പെരുന്നാളിൽ നമ്മൾ വന്നിട്ട് മടങ്ങിപ്പോയിട്ടുണ്ടായി. അതിനിടയിലും 2 പ്രാവശ്യം അങ്ങനെ വന്നിട്ട് ലേറ്റായി പോയിട്ട് ഇത് ക്ലോസ് ആക്കിയിട്ട് തിരിച്ചു പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തോടെ ഇന്ന് ഇറങ്ങിയതല്ലേ, അങ്ങനെ സമയം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ. എന്നിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഓപ്പൺ ആക്കിയെന്ന്. അപ്പോൾ തമോസ് മസി ആദ്യം പോയി നോക്കിയിട്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായത്. എനിക്ക് ഇങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഏതൊരു നാടിൻ്റെയും ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു നാടിൻ്റെ കൾച്ചർ ഓൾഡൻ ഡേയ്സ് എങ്ങനെ ആയിട്ടാണ് ഉണ്ടാവാൻ അതവർ റീപ്ലേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് UAE ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ, അവരെ ക്രാഫ്റ്റ്സും പിന്നെ അവർ ഓൾഡൻ ഡേയ്സിൽ എങ്ങനെയാണ് ജീവിച്ചത്, പഴയ കാലത്ത് ഫസ്റ്റിലും എങ്ങനെയാണ് ജീവിച്ചത്, അതിലും ശരിക്കും ആ ഒരു കറക്റ്റ് സ്ട്രക്ചറായിട്ടാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത്. ശരിക്കും പണ്ടുള്ള അവസ്ഥകൾ, അവരെ വീടുകളും പിന്നെ അവരെങ്ങനെയാണ് ജീവിച്ചതെന്നും അവരെ ജീവിക്കാനുള്ള ജീവിത മാർഗ്ഗങ്ങളിലുണ്ടാവുമല്ലോ. നമ്മൾ കേട്ടിട്ടില്ല, എല്ലാവർക്കും അറിയുണ്ടാവും. അറബ്സെല്ലാം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കടലിൽ പോയിട്ട് മീനെ പിടിച്ചിട്ടും മത്സ്യബന്ധനം നടത്തിയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന് ശരിക്കും ഈ ഒരു കടലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എല്ലാം ഉണ്ട് അവിടെ. ആ ഒരു ഓൾഡൻ ഡേയ്സിലുണ്ടായ പിന്നെ ബോട്ടും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഇതാ അവരെ ആ ഒരു വീടും ക്യാമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. മെയിനായിട്ടും നമ്മൾ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം കാണിക്കണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ഓൾഡ് വേർഷൻ ഓഫ് സംഭവങ്ങളെല്ലാം നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ ഇവിടെ എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. പിന്നെ ആ ഒരു ടൈമിങ്ങേ ഉള്ളൂ. നമുക്ക് വൈകുന്നേരമൊന്നും അങ്ങനെ ഇപ്പം വരാൻ പറ്റില്ല. ഒരു 4 മണിയാകുമ്പോൾ ക്ലോസ് ആക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയെല്ലാം വരാൻ പറ്റുമെങ്കിൽ കാണിച്ചു കൊടുക്കുക പിള്ളേർക്ക്. മസിക്ക് ഇങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ടത്തെ സംഭവങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കുടിലും കാര്യങ്ങളെല്ലാം ഇപ്പം ഉണ്ടാ ചിന്തിച്ച് നോക്കിയാട്ടെ. അതൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഹെറിറ്റേജ് വില്ലേജ് എല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ കാണാമെന്നല്ലാണ്ട് ഒന്നും നമുക്കിപ്പോൾ കാണാൻ കിട്ടുന്നില്ലല്ലോ. പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കൊയിലാണ്ടി പോകുമ്പോൾ ഇരിങ്ങൽ ഒരു ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ അന്നേരം അവിടെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കണം. അവർക്ക് പണ്ടിലുള്ള ജീവിതം എന്താണെന്നോ പണ്ടിലുള്ള കാര്യങ്ങൾ എന്താണെന്നെല്ലാം കാണാൻ വേണ്ടിയിട്ടും അതറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെല്ലാം ഉണ്ടാവും. നമ്മൾ അറിയിച്ചു കൊടുക്കണം എങ്ങനെയാണെന്ന്. ശരിക്കും നമ്മൾ ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ലൈഫല്ലേ. നമ്മൾ ഈ ഒരു ജനറേഷനിൽ പണ്ടുള്ള ആ ഒരു ജനറേഷനിലുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടായതിനെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിക്ക് മെയിനായിട്ടും ഇങ്ങനെ പഴയത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം കണ്ട ഈ ഒരു ഓവ് ചാലിൽ ഇപ്പോൾ എവിടെയെങ്കിലും കാണാനുണ്ടോ? എല്ലായിടത്തും സ്ലാബെല്ലാം ഇട്ടിട്ട് അങ്ങനെയല്ല ഉള്ളത്. പിന്നെ പഴയ രീതിയിലുള്ള ഒരു കിണർ, പണ്ടത്തെ വീടുകൾ എല്ലാം കാണുമ്പോൾ കുട്ടികൾക്കും ഇതെല്ലാം ഉണ്ടായിനെന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ അവർ സോഷ്യൽ സ്റ്റഡീസിലെല്ലാം പണ്ടത്തെ കൾച്ചറും കാര്യങ്ങളും പണ്ട് മനുഷ്യനുണ്ടായ കാര്യങ്ങൾ എല്ലാം പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ മസിയെല്ലാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എന്നോട് കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നെല്ലാം ചോദിക്കും. ചില സമയത്ത് ചില ഡൗട്ടൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി പറ്റൂല. ഭയങ്കര ഡൗട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്തിലെല്ലോ പറഞ്ഞിട്ട് ഒപ്പിക്കലാണ്. നമുക്ക് പറയാൻ പറ്റാത്ത ചില ഡൗട്ട്സ് ഉണ്ടാവില്ല. അതെങ്ങനെയാണ് ഉണ്ടായത്, ആരാ ഇതെല്ലാം ഉണ്ടാക്കിയെന്നുള്ള ഡൗട്ട്സ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തതെല്ലാം അങ്ങനെ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് വിടില്ല കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചണമെന്നറിയില്ല, ഇപ്പോൾ ഈ ഒരു ഏജിലുള്ള കുട്ടികൾ, ഈ ഒരു ഏജിൽ നിന്നല്ല ചെറുതിലേ വളർന്നു വരുന്ന കുട്ടികളുടെ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഇങ്ങോട്ടേക്ക് പറയാനുണ്ടാവും. മസിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓനത് റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ അത്രയും എന്താണെന്ന് മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഭയങ്കര നല്ലതല്ലേ. കുട്ടികൾക്ക് ഈ ഒരു ഏജിലല്ല അവർ ഓരോന്ന് പുതിയതായിട്ട് പഠിക്കുന്നത്. അപ്പോൾ മാക്സിമം പറഞ്ഞു കൊടുക്കുക. അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് എത്രത്തോളം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്പെൻഡ് ചെയ്യണം. ചില സമയത്ത് എനിക്ക് പറ്റാണ്ടായി പോകുമ്പോൾ എല്ലാം അത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റലുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും പണിയിലാണ്, എഡിറ്റിങ്ങിൽ അങ്ങനെയെല്ലാം ആകുന്ന ഒരു സമയത്തുണ്ടല്ലോ, മസി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച്
ആലോചിച്ചിട്ട് ചിന്തിക്കലുണ്ട്, അയ്യോ കുഞ്ഞു പറയുന്ന കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഓനത് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് ഓനത് മനസ്സിലാകുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല മമ്മ അത് കേട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പം നമ്മൾ അതെല്ലാം അവരിൽ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പ്രഷനാണ്. അപ്പോൾ അവരും അങ്ങനെ ആയിപ്പോയേ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം അതെല്ലാം ശ്രദ്ധിക്കലുണ്ട്. ഇപ്പം വളർന്നു വരെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കെയർ ചെയ്യുക. കുട്ടികൾ വളരുന്ന ആ ഒരു ടൈമിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൈമിങ് ആട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞ് നമ്മളെ വീഡിയോ കുറേ ഇങ്ങ് പോയല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാം എന്താ പറയുക, അവർ ബാഗെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ഉണ്ടാവുമല്ലോ, അവർ ജീവിച്ച ആ ഒരു ചുറ്റുപാട്, അവർ ആ ഒരു സമയത്ത് എങ്ങനെയാണ് പിന്നെ എന്താ ഇൻകം ഉണ്ടാക്കിയെന്നുള്ളത്, വരുമാന മാർഗം കണ്ടെത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുണ്ടാക്കിയ സാധനങ്ങൾ. അപ്പോൾ ഒരു ബാഗ് ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലേ, ഇതിപ്പം പോട്ടുകളെല്ലാം ഉണ്ടാവില്ലേ, പോട്ടറിയാണ് ആ സംഭവം. അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഓരോ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളത് പാത്രങ്ങളും അങ്ങനെയല്ലാന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മസി ചോദിക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൻ്റെ അകത്ത് ഭൂതം ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായി. നമ്മൾ അലാവുദ്ദീൻ അത്ഭുത വിളക്കിൽ കാണുന്ന ഒരു വിളക്ക് പോലെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഭൂതം ഉണ്ടോയെന്നെല്ലാം ചോദിക്കുന്നുണ്ടായിന്. അപ്പോൾ അതും എനിക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതും എൻ്റെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ മാക്സിമം ആ ഒരു സമയത്ത് തമ്മൂസിനോട് പറയില്ല, ഓൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. കാരണം നമ്മളൊരു പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ആ ഒരു മൈൻഡിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് അതെല്ലാം ഒരു മിസ്റ്റേക്കായിട്ട് തോന്നലുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു സമയത്തിൽ അവരെ കാണിക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പണി നടക്കണം, അവരെ പണി നടക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയമാണെങ്കിൽ തമ്മൂസിനോട് പറയും, ഓൻ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേന്ന്. എടുക്കാത്ത സമയത്താണെങ്കിൽ ഞാനും ഓനും ഒന്നിച്ച് നടന്നിട്ട് അങ്ങനെ തന്നെ പറയുകയും ചെയ്യല് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൽ ഫുള്ള് അവരെ വെപ്പൺസ് ആയിട്ട് ആയുധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, പിന്നെ ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള തടി മുറിക്കുന്ന അങ്ങനത്തെ ആയുധങ്ങളുണ്ട്. പിന്നെ ഉള്ളത് വാളുകളെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം കേട്ടോ. പല ടൈപ്പ് ഓഫ് പിന്നെ വാളെല്ലാം ഉണ്ട്, ചെറിയ ചെറിയ കത്തി, കടാര എന്നെല്ലാം പറയുന്ന കാര്യങ്ങളില്ലേ. എന്നിട്ട് ഈ ഒരു വാള് നമ്മളൊന്ന് പിടിച്ചു നോക്കി എന്ത് വെയിറ്റാണെന്നറിയോ. മസി ആദ്യം പോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല അത്രത്തോളം വെയിറ്റ് ഉണ്ടോ, ഓൻ ആക്ട് ചെയ്യുന്നിരിക്കുന്നു വിചാരിച്ചു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിന് കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ, ഇവർ പിന്നെ വാറിനെല്ലാം പോകുമ്പോൾ, യുദ്ധത്തിനെല്ലാം പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിനെക്കൊണ്ടെല്ലാം ഫൈറ്റ് ചെയ്യുന്നതല്ലോ അല്ലേ. നമ്മളിങ്ങനെ ടി വിയിലെല്ലാം കാണുമ്പോൾ അങ്ങനെയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ആ ഒരു ഫിലിമിലെല്ലാം അവർ ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും, അത്ര വെയിറ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് ഒറിജിനലായിട്ട് എടുക്കുമ്പോൾ എന്ത് വെയിറ്റാണെന്നറിയോ, സമ്മതിക്കണം അവരെല്ലാം. പിന്നെ ഈ ഒരു ഏരിയയിലുള്ളത് പിന്നെ നെയ്യുന്നതില്ലേ, പിന്നെ വീവിങ് എല്ലാം ആ സംഭവങ്ങളാട്ടോ. വീവ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം കാണിച്ചു കൊടുത്തേരം ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇത് പിന്നെ വർക്ക് ചെയ്യൂലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു മസി. ഇതെല്ലാം അവർ വീവ് ചെയ്തെടുത്തിട്ടുള്ള തുണികളും കാര്യങ്ങളെല്ലാം കേട്ടാ. നല്ല രസമില്ല കാണാൻ. പിന്നെ ഇതെല്ലാം പ്രത്യേക ഒരു കഴിവന്നല്ലേ. അവർ നെയ്തിട്ട് വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്, പിന്നെ എന്തെല്ലോ ടൈപ്പിലുള്ള ഡ്രസ്സുകൾ അങ്ങനെയെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു വീവ് ചെയ്യുന്ന സംഭവം തന്നെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറേ കളർ ഓഫ് നൂലെല്ലാം ഉണ്ടാ, ത്രെഡെല്ലാം മേലെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നത് ലൈവായിട്ട് കാണാൻ പറ്റിയെങ്കിൽ നല്ലതിനൊന്ന് ഞാൻ അന്നേരം തോമസിനോട് പറയുന്നുണ്ടായിനെ. നമുക്ക് കാണാമല്ലോ, നല്ലല്ലേ, എല്ലാം കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അല്ലേ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു റൂമിൽ ഫാൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിന് കേട്ടോ. നല്ല ചൂടായിരുന്നു. ഇവിടെ ഒന്നും AC ഒന്നും ഉണ്ടായിട്ടില്ല, ഈ ഒരൊറ്റ റൂമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ചൂടെടുക്കുന്നുണ്ടായിന്. പിന്നെ ആ സ്റ്റോളറിലാണ് മേസ ഉണ്ടായിട്ടുണ്ടായത്, മേസിനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. തമ്മൂസും മേസയും കുറേയെല്ലാം തമ്മൂസ് കണ്ട് പിന്നെ ഞാൻ കയറി അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടായത്. അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ചൂടെല്ലാം പോയതിന് ശേഷമാണ് ഇവിടത്തേക്ക് വന്നത്. ഇവിടെ പിന്നെ അത്യാവശ്യം തണുപ്പെല്ലാം ഉണ്ടായിന് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇവിടെ നോക്കി. ഇവിടെ ഉള്ളത് മെയിനായിട്ടും കുറച്ച് ഫോട്ടോസെല്ലാം ഉണ്ടായിന്, അവർ ഓൾഡൻ ഡേയ്സിലുള്ള കുറച്ച് ഷെയ്ക്കന്മാരെല്ലാം ഒന്നിച്ചിട്ടുള്ള ഓൾഡൻ ഡേയ്സിലുള്ള ഫോട്ടോസ്. പിന്നെ കുറേ ടൈപ്പ് ഓഫ് കോയിൻസ് ഉണ്ടായിന് കേട്ടോ. എല്ലാ നാട്ടിലെയും കോയിൻസ് എന്ന് തന്നെ പറയാം. പണ്ടേ ഉള്ള ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ ഇന്ത്യൻ ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിന്. പക്ഷെ കുറേ ഉണ്ടായതുകൊണ്ട് പിന്നെ ചൂടും മോന് കരച്ചിലെല്ലാം ആയതുകൊണ്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ അവിടെ നോക്കാൻ പറ്റിയിട്ടില്ല. കുറേ നാട്ടിലെ കോയിൻസ് ഉണ്ട് ഇതിനൂടെ. പിന്നെ ഈ ഒരു സൈഡെല്ലാം തോക്കുകളും വാളുകളും കടാരകളെല്ലാം പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായത്. അതെല്ലാം ഒരു ടൈപ്പ് ഓഫ് മ്യൂസിയം തന്നെ പറയാം ഇത്. പിന്നെ വെപ്പൺസ് എല്ലാം ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിന്. മസി പറയുന്നുണ്ട്, മമ്മ ആ ഒരു വാള് അത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ വെയിറ്റ് ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ടായിന്.
പിന്നെ ഈ ഒരു ഏരിയയിലുള്ളതെല്ലാം വാച്ചലില്ലേ, വാച്ചെല്ലാം പണ്ടുള്ള വാച്ചെല്ലുണ്ട്. നമ്മൾ പണ്ട് ഉമ്മാവെല്ലാം പറയുന്നതിന് ഗഡി എന്നെല്ലാം പറയുന്നില്ലേ, ഹിന്ദിയിൽ ഗഡി എന്നല്ല പറയാം. അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞ് വാച്ചുകളും പിന്നെ ചെറിയ ടൈപ്പ് ഓഫ് ക്ലോക്കുകളും അങ്ങനെയുള്ള ആയിട്ട് ക്ലോക്കിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള കുഞ്ഞ് വാച്ച് ടൈം നോക്കാനുള്ള അതെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം അവരങ്ങനെ ആ ഒരു സമയത്ത് യൂസ് ചെയ്തത് അങ്ങനെ തന്നെ അങ്ങനെ മ്യൂസിയത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പല ടൈപ്പ് വാളുകളും അതിൻ്റെ ഓറയിലുണ്ടാവില്ലേ, വാളിൻ്റെ കവറെല്ലാം അതെല്ലാം അങ്ങനെയെല്ലാം ആയിട്ട് ഉണ്ട് ഇടാം. പിന്നെ ഈ ഒരു ഏരിയയിൽ കണ്ട ഇതെല്ലാം പണ്ട് യൂസ് ചെയ്തിട്ടുള്ള പൂട്ടുണ്ടാവൂലേ, നമ്മൾ ഡോറെല്ലാം ലോക്കാക്കുന്ന പൂട്ടുകൾ, അതാട്ടാ ആ ഒരു കീയും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഇതൊന്നും അങ്ങനെ കാണാനേ ഇല്ലല്ലോ, എല്ലാം മാറിയില്ല ഇപ്പോൾ. അവിടുന്ന് കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആ ഒരു ഏരിയയിലാണ് അവരെ മെയിനായിട്ടുള്ള ക്രാഫ്റ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായത്. അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇവിടെ സെയിലാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്, പണ്ട് യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുണ്ട്, പിന്നെ ബാഗ്, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കീ ചെയിൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അവിടെ സെയിൽ ചെയ്യുന്ന 2 ലേഡീസ് ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ അതെല്ലാം കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ അവിടെ ഉണ്ടായിന്. പിന്നെ ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട്. പിന്നെ ഇത് കണ്ട ഒരു കിണർ ഇങ്ങനെ വെള്ളം പോകുന്നത്, ഇതെല്ലാം നമ്മൾ എന്താ പറയുക പണ്ടത്തുള്ള ടെലിഫിലിമിലെല്ലാം കണ്ടിട്ടുണ്ടായിന്. എല്ലാം ഡയറക്റ്റ് കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഈ ഒരു കിണർ ഞാൻ കാണിച്ചു തരാം. നമ്മളെ നാട്ടിലുള്ള കുഴൽ കിണറില്ലേ, അതുപോലെയാണ് ഇത് കാണാൻ കേട്ടോ, ആ ഒരു ടൈപ്പായിട്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ക്യാമ്പും പിന്നെ ഒട്ടകം, മാന്, കഴുത അങ്ങനെയുള്ള 3 സംഭവങ്ങളും പിന്നെ അവർ ആലയും എല്ലാം ആയിട്ടാണ് കേട്ടോ ഉണ്ടായിന്. ചൂടായതുകൊണ്ട് തന്നെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. നല്ല ചൂടാട്ടോ ഈ ഒരു സമയത്തെല്ലാം ഇവിടെ. ഒന്നാമത് മെയിനായിട്ട് പൂഴിയല്ലേ, എല്ലാം ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിന്. നടക്കാനും പറ്റുന്നുണ്ടായിട്ടില്ല. ശരിക്കും ആ ഒരു ടൈപ്പ് ഓഫ് ആ പണ്ടുണ്ടായ ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൂഴിയിലെ കൂടി നടക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയുന്നുണ്ട്, ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല, ഷൂവിൻ്റെ ഉള്ളിലെല്ലാം പൂഴിയെല്ലാം കയറിയിട്ട്. അങ്ങനെ അവിടെ എല്ലാം കണ്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിന്. മസി വരുന്നേരം തന്നെ ചോദിച്ചിട്ടുണ്ടായിന് പിന്നെ മാനുണ്ടാവുമെന്നല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ മേസി ഇങ്ങനെ ഓടിക്കളിക്കുകയും മണ്ണ് വാരി തലയിലിടെല്ലാം ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ കണ്ടാ, ഇതൊരു കുഞ്ഞ് ടൈപ്പ് ഓഫ് സ്റ്റേജാണ്. ഇവിടുന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, ഇവിടെയാണ് എല്ലാവരും ഇരിക്കലേന്നെല്ലാം മസിക്കിനോട് തമ്മൂസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിന്. പിന്നെ ആ ഒരു സ്റ്റേജിൻ്റെ അടുത്തായിട്ട് തന്നെ പിന്നെ കോസ്റ്റ്യൂമെല്ലാം ചേഞ്ച് ചെയ്യാനാണ് തോന്നുന്നത്. ഡ്രസ്സിങ് റൂം പോലെ അങ്ങനെ അവിടെ ഒരു സൈഡിൽ അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മജ്ലിസ് പോലെയും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് തന്നെ മഗ്‌രിബ് കൊടുത്തുകൊണ്ട് നമ്മൾ പിന്നെ നിസ്കരിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ മസ്ജിദ് ഉള്ളതുകൊണ്ട് തമസ്സാറിൻ്റെ ഇവിടെ തന്നെ നിസ്കരിച്ചിട്ട് പോകാമെന്നെല്ലാം പറഞ്ഞ്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു എൻട്രൻസിൽ ഈ ഒരു ഏരിയയും കൂടി കാണാനുണ്ടായിരുന്നു. കുറച്ച് പിക്ചേഴ്സ് എല്ലാമാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ടും. പിന്നെ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു സ്ട്രക്ചറും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് നിസ്കരിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെയും കൂടി ഒന്ന് കാണാൻ വന്നിട്ടുണ്ടായതാണ്. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വില്ലേജിൻ്റെ സ്ട്രക്ചർ. അതവരങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ട്. ഇവിടെ അധികം മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാലും ആ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിയത്തിൻ്റെ സ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായാലും കാണലുണ്ട്. നമ്മളിപ്പോൾ 2-3 സ്ഥലത്തെല്ലാം പോയപ്പോഴല്ലോ അങ്ങനെ കണ്ടിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ശരിക്കും അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കി കുറച്ച് സമയം അവിടെ നിന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വിശക്കാനായിട്ട് തുടങ്ങി. മതി വിശക്കുന്നതെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു ക്യാരി ഫുഡിൻ്റെ കാര്യം നമ്മൾ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടായിന്. ഇവിടെ ഇങ്ങനെ നല്ല പിസ്സ പിന്നെ ഷവർമ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ട് അങ്ങനെ വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്.
ഈ ഒരു കഫേ വരുന്നത് കോർണിഷ് റോഡിലാട്ടാ, കുറച്ച് ഉള്ളോട്ടായിട്ടാണ്. നമുക്ക് ഇവരെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ക്യാരി ഫുഡ് സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു കഫേയാണ്. നല്ല ഡൈനിങ്ങും സെറ്റപ്പും കാര്യങ്ങളിലുണ്ട്. പക്ഷെ നമ്മളുള്ളിൽ കയറിയിട്ട് കഴിക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം നമ്മൾ പൊതുവേ ഫുഡ് പാഴ്സൽ വാങ്ങിക്കല, ഇല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് കഴിക്കല, അങ്ങനെയല്ല. അമേസനെ കൊണ്ട് എന്തായാലും ഉള്ളിൽ കയറി ഇരുന്ന് കഴിക്കാനൊന്നും പറ്റൂല. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് പിസ്സ ആട്ടാ. അവിടെ എന്തെല്ലോ കോംബോ ഓഫേഴ്സ് ഉണ്ട്. ഇവരുടേതായ സ്പെഷ്യൽ ഷവർമയെല്ലാം പിസ്സ ബ്രെഡിലെല്ലാം ചെയ്തെടുക്കുന്നത്, പിന്നെ ജ്യൂസും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കേട്ടാ. അവിടെയുള്ള ജ്യൂസെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പിസ്സയും അടിപൊളിയാട്ടാ. നമ്മളെപ്പോലുള്ള ഫാമിലിയിലാണെങ്കിൽ ഈ ഒരൊറ്റ പിസ്സ മതി കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള പിസ്സയാണ്. 25 ദിറംസിന് വേർത്താണെന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ചീസി ആയിട്ടുള്ള അടിപൊളി പിസ്സയാണ്. പിന്നെ ഇവിടെയുള്ള ജ്യൂസ് ഇത് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. മാജിക്ക് നല്ലോണം ഇഷ്ടമായിന് കേട്ടോ. 3 കളറിലായിട്ട് സ്ട്രോബെറി, മാംഗോ, പിന്നെ അവോക്കാഡോ, ഇത് 3ഉം ഫ്രഷ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുണ്ട്. ആ ഒരു തിക്നെസ് കൊണ്ട് തന്നെ അത് 3 ആ ഒരു ലെയറായിട്ട് തന്നെ സെറ്റാക്കി എടുക്കാനും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായത് മറീന മോളിലേക്കാട്ടാ. ഇവിടെ കോർണിഷേരിയൻ്റെ അടുത്ത് തന്നെയാണ് മോൾ വരുന്നത്. അപ്പോൾ 1-2 സാധനങ്ങൾ അത്യാവശ്യമുള്ളത് എടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നിട്ടുണ്ടായത്. പിന്നെ ഇവിടെ കാരിഫോറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ ഇങ്ങനെ നടന്നിട്ട് എല്ലാം ഇങ്ങനെ നോക്കി നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും വെറുതെ ഇങ്ങനെ നടന്നിട്ട് സമയം പോകും. ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്കൊന്നും പോയിട്ടില്ല. ഡയറക്റ്റ് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടാ. കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട കുഞ്ഞ് ട്രോളി, ഇതിപ്പോൾ ഇവർ കുറച്ചായിട്ട് ഇറക്കിയതാട്ടോ. ഇടാ കുട്ടികൾക്ക് സാധനങ്ങളിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ അത്. അവർക്ക് പഠിക്കാനും പറ്റുമല്ലോ സാധനങ്ങൾ എടുക്കാനും. അതുകൊണ്ട് മജിക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതെടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് എടുത്തിന് കേട്ടോ. സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല മധുരമുള്ള ഓറഞ്ച് വന്നിട്ടുണ്ട്. ചില സമയത്ത് അങ്ങനെ നല്ലത് കിട്ടലില്ല. ഇതിപ്പോൾ നമ്മൾ മുമ്പേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ വാങ്ങിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലെമൺ എടുക്കാനുണ്ടായിന്. ലെമൺ ഞാൻ സീഡ്ലെസ് ആട്ടോ എടുക്കൽ. നമ്മൾ ഇന്ത്യൻ ലെമൺ ഉണ്ടാവലുണ്ട്, പക്ഷേ നമ്മൾ ഫ്രഷ് ലൈം അടിക്കലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ലൈം അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നൽ ഈ ലെമൺ ആട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിൻ്റെ സീഡൊന്നും കളയണ്ടല്ലോ, സീഡ്ലെസ് ആയതുകൊണ്ട്. ഫ്രഷ് ലൈമെല്ലാം അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നൽ ഇത് വെച്ചിട്ട് അടിക്കുമ്പോൾ. പിന്നെ ഇതിന് കുറച്ചൊരു പുളിയുള്ളതാകും പോലെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലെമൺ തന്നെ എടുക്കൽ. ചില സമയത്ത് ഇതിന് നല്ല റേറ്റ് കൂടുതലുണ്ട്, ആ സമയം എടുക്കൂലേ. റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന സമയത്തെല്ലാണെങ്കിൽ കുറച്ചധികം അങ്ങനെ എടുത്തു വെക്കെല്ലാം ചെയ്യും. പിന്നെ നമുക്ക് ചെറുനാരങ്ങെല്ലാം കുറേ നാൾ കേടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടെല്ലാം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ ക്ലീൻ റാപ്പില്ലേ, അതിൽ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി. അതിലും ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അങ്ങനെ വേണ്ടുന്ന കുറച്ച് സാധനങ്ങളിലെടുത്ത് പിന്നെ ഇതാ കുറച്ച് കറക്കാട്ടാ. ഇങ്ങനെ നോക്കി നടക്കും കുറേ സമയമാകുന്നത് വരെ. ദമ്മൂസ് പോകാമെന്ന് പറയുന്നവരെ കുറേ ഇങ്ങനെ നോക്കി നടക്കും. ഇവിടെ നല്ല ഫ്രഷ് മീനും പിന്നെ കല്ലുമ്മക്കായി പിന്നെ നമ്മളെ കക്കയില്ലേ അതെല്ലാം ഇപ്പം കൊണ്ടുവയ്ക്കുന്ന കാണലുണ്ട് കേട്ടോ. മുന്നേ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഇപ്പോൾ കല്ലുമ്മക്കായി എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കാരിഫോറിൽ അടുത്തായിട്ട് തുടങ്ങിയതാട്ടോ ഈ ഒരു ബേക്കറി സെക്ഷനെല്ലാം. ഇവിടെ നിന്ന് തന്നെ ഇവർ ബേക്ക് ചെയ്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാട്ടോ. പേസ്ട്രീസും കേക്ക്സും പിന്നെ കപ്പ് കേക്ക്സ്, ക്രോയിസൻ്റ്, ബണ്ണ് അതെല്ലാം തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ബേക്കിങ്ങിൻ്റെ സ്മെല്ലെല്ലാം ഉണ്ടാവും. കുറേ ടൈപ്പ് ബണ്ണെല്ലാം ഉണ്ടാവും, വലിയ വലിയ ടൈപ്പെല്ലാം. പിന്നെ അറബിക് സ്വീറ്റ്സ് തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പിലായിട്ടുള്ളതുണ്ട്. ലോക്കൽസ് വരുന്നതായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കുറേ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നത് എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങൾ സെക്ഷനാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ബൗൾസും ബോട്ടിൽസും അങ്ങനെയെല്ലാം ഇടയ്ക്ക് ചേഞ്ച് ആക്കിയിട്ട് അവിടെ പല സാധനങ്ങൾ അങ്ങനെ വെക്കലുണ്ട്. ഈ ഒരു സെക്ഷനാട്ടോ ഞാൻ പറഞ്ഞ എക്സ്പയർ ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് എക്സ്പയർ ആവാൻ 2 months അല്ലെങ്കിൽ 1 monthലുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ ഇവിടെ ഉണ്ടാവും. റേറ്റ് കുറച്ചിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവലുണ്ട്. ഇടയ്ക്ക് ഗീ എല്ലാം കിട്ടിയിട്ടുണ്ടായിന് 1 ലിറ്ററിൻ്റെതെല്ലാം. ഗീ എല്ലാം നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നല്ലേ, അതുകൊണ്ട് വീഡിയോയിൽ എടുക്കാനെല്ലാം ആകുമ്പോൾ എനിക്ക് എന്തായാലും ആവശ്യമെല്ലാം ഉണ്ടാകുമ്പോൾ ഞാനങ്ങനെ വേർത്തായിട്ട് തോന്നുന്നതെങ്കിൽ ഇടുന്നെടുക്കലുണ്ട് കേട്ടോ.
പിന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെ കുറേ ബൗളും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ക്രോക്കറി ഐറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കരമായിട്ട് തോന്നലുണ്ട്. അതിൽ ഞാൻ അങ്ങനെ എടുക്കലുണ്ട് റേറ്റെല്ലാം നോക്കിയിട്ട്. പക്ഷെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ആ ഒരു അസുഖം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടുക്കലെല്ലാം ഭയങ്കര കുറവാണ്, വാങ്ങിക്കലില്ല അങ്ങനെ. കാരണം അത്യാവശ്യം എൻ്റെ കയ്യിൽ എല്ലാ പാത്രങ്ങളും എല്ലാം ഉണ്ട് വേണ്ടുന്നതെല്ലാം. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കും, കണ്ടു കഴിഞ്ഞാൽ നോക്കാണ്ട് ഇറങ്ങലില്ല, എല്ലാം ഇങ്ങനെ നടന്ന് നോക്കലുണ്ട്. തമ്മൂസന് പറയും എനിക്ക് നോക്കി തീരൂല, നോക്കാനായിട്ട് തന്നെ എന്നെ കൂട്ടിയിട്ട് നേരത്തോടെ വരണം എന്ന് പറയല. എന്നാലും എന്ത് പറഞ്ഞാലും ഞാൻ നോക്കാനുള്ളത് നോക്കലുണ്ട് കേട്ടോ. ഓരങ്ങനെ പറയുമെങ്കിലും പക്ഷെ നമ്മൾ നടക്കുന്ന സമയത്തൊന്നും ഒന്നും പറയുന്നില്ല. നോക്കിക്കോ എന്നിട്ട് ഇങ്ങനെ ചിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യലാട്ടാ. ഇവിടെ ഇപ്പോൾ സെൽഫായിട്ട് ബില്ല് ചെയ്യാനുള്ള ഓപ്ഷനുള്ളത് നമ്മൾ കണ്ടുപിടിച്ച്. ആദ്യം നമുക്ക് അറിയില്ലേനു. ഒരിക്കൽ ഇങ്ങനെ എന്തോ സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് കൗണ്ടറിലും ഫുള്ള് ലേറ്റായി, ക്ലോസ് ആക്കാനുള്ള സമയമായി. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ 1-2 സാധനം മാത്രം ആയതുകൊണ്ട് ഇവിടെ സെൽഫായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് കണ്ടത്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, മെഷീൻ ഉണ്ട് സെൽഫായിട്ട് ചെയ്യുന്നത്, സെൽഫ് ചെക്കർ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഇപ്പം ബില്ല് ചെയ്യലും. മസിക്കും നല്ല ഇഷ്ടമാണ്, സ്കാൻ ചെയ്താൽ മതിയല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അവിടെ നിന്ന് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കാര്യമെല്ലാം അതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് ആക്കുക. ഇൻഷാ അല്ലാഹ് സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ.